തെക്കൻ ഇറാനിൽ 5.3 റിക്ടർ സ്കെയിൽ തീവ്രതയിലുണ്ടായ ഭൂചലനം രാജ്യത്ത് പരിഭ്രാന്തി പരത്തിയിരുന്നു. പ്രാദേശിക സമയം ഇന്നലെ രാവിലെ 8:11 ബുഷഹർ പ്രവിശ്യയിൽ അസ്സലുയെ നഗരത്തിൽ നിന്ന് 24 കിലോമീറ്റർ അകലെയായിരുന്നു ഭൂചലനമുണ്ടായത്. ആളപായമോ കാര്യമായ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. UAE, ഖത്തർ, ഇറാഖ് രാജ്യങ്ങളുടെ ചില ഭാഗങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഭൂചലനത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നും റിപ്പോർട്ടുണ്ട്. ഭൂകമ്പ സാധ്യത ഇറാനിയൻ ഫലകത്തിൽ കൂടുതലാണെന്നും തുടർചലനങ്ങൾ ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ബിദാഖൂൻ, അഖ്ഹന്ദ്, മെഹർ പ്രദേശങ്ങളിലാണ് ഭൂചലനമുണ്ടായതെന്നും ശക്തിയേറിയ ചലനത്തിൽ ജനാലച്ചില്ലുകൾ തകർന്നുവെന്നും ഷെൽഫുകളിൽ നിന്നും വസ്തുക്കൾ നിലത്ത് വീണുവെന്നും പഴയ കെട്ടിടങ്ങളിൽ നേരിയ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടുവെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഭൂചലനത്തിൽ പരിഭ്രാന്തരായ ജനങ്ങൾ വീട് വിട്ട് പുറത്തേക്കിറങ്ങി ഓടിയെന്നും സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ കുറിക്കുന്നുണ്ട്. അതേസമയം ഇറാനിലെ ഭൂചലനത്തിന്റെ തുടർ ചലനങ്ങൾ അനുഭവപ്പെട്ടിട്ടില്ല എന്ന് UAE സ്ഥിരീകരിക്കുന്നു. എന്നാൽ ഇറാന്റെ ആണവ പരീക്ഷണത്തെ തുടർന്നാണോ ഇത്തരം ഭൂചലനമുണ്ടായത് എന്ന ആശങ്കയാണ് ഇപ്പോൾ ചിലർ ഉയർത്തുന്നത്. US യുദ്ധക്കപ്പലുകളും വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണും ഇറാൻ ലക്ഷ്യമാക്കി മധ്യപൂർവ്വ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണോ ഈ നീക്കമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. US ഇറാനെ ആക്രമിച്ചാൽ അത് പ്രാദേശിക സംഘർഷമായി വളരുമെന്നായിരുന്നു ഖമനേയിയുടെ ഒടുവിലത്തെ പ്രതികരണം. എന്നാൽ ഇറാൻ തങ്ങളുമായി ചർച്ചയ്ക്ക് സന്നദ്ധമായെന്നും കരാറിന് തയ്യാറായെന്നും ഇറാന് മുന്നിൽ മറ്റു വഴികളില്ലെന്നുമായിരുന്നു ട്രംപിന്റെ മറുപടി എത്തിയത്. ഇറാനിലെ തെക്കു പടിഞ്ഞാറൻ നഗരമായ അഹ്വാസിലെ ജനവാസ മേഖലയിൽ ഇന്നലെ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 4 പേരും തെക്കൻ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ബന്ദർ അബ്ബാസിലെ സ്ഫോടനത്തിൽ 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി വാഹനങ്ങളും കടകളും സ്ഫോടനത്തിൽ തകർന്നിട്ടുമുണ്ട്. IRGC കമാൻഡർ ലക്ഷ്യമിട്ടാണ് ഈ സ്ഫോടനം നടന്നതെന്ന അഭ്യൂഹങ്ങളുണ്ട് എങ്കിലും ഇറാൻ ഇത് നിഷേധിച്ചും രംഗത്തെത്തിയിരുന്നു. ഗ്യാസ് ചോർച്ച കാരണമാണ് ബന്ദർ അബ്ബാസിൽ പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് ഇറാൻ അധികൃതരുടെ വിശദീകരണം. അതേസമയം ഇറാൻ തങ്ങളോട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇറാൻ ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. ഞങ്ങളുടെ വലിയ കപ്പൽ വ്യൂഹം അവിടെ തന്നെയുണ്ട് എന്ന് ട്രംപ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു. ആണവ വിഷയത്തിൽ ഇറാൻ ചർച്ചയ്ക്ക് മുതിരുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ ആണവ നിർവ്യാപന കരാറിലെത്തിയില്ല എങ്കിൽ മറ്റൊരു രൂക്ഷമായ ആക്രമണം നടത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം US സൈന്യം ആക്രമിച്ചാൽ വൻ പ്രാദേശിക യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നാണ് ഇറാൻ നേതൃത്വം പറയുന്നത്. ഇറാന്റെ പ്രതിഷേധക്കാർക്കെതിരായ നടപടികൾ പ്രകോപിതനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖലയിലേക്ക് വൻ നാവികപ്പട അയച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ മുന്നറിയിപ്പും വരുന്നത്. ഇതിനിടെ യൂറോപ്യൻ യൂണിയനിലെ സൈന്യങ്ങളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ച് ഇറാൻ പാർലമെന്റ് തിരിച്ചടിച്ചു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ യൂറോപ്യൻ യൂണിയൻ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ നീക്കം. US യുദ്ധക്കപ്പലുകൾ ഇറാന്റെ തീരത്തേക്ക് വരുന്നത് നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിന് കാരണമാകുമെന്നാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. എന്നാൽ ചർച്ചകൾക്ക് വാതിൽ തുറന്നിട്ടുണ്ടെന്ന് ഇരുപക്ഷവും സൂചിപ്പിക്കുന്നുമുണ്ട്. സംഘർഷത്തിലേക്ക് പോയാൽ അത് ഇറാനും അമേരിക്കയ്ക്കും ദോഷം ചെയ്യുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരുന്നു. ആക്രമണമുണ്ടായാൽ ഇസ്രയേൽ അടക്കമുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് നേരെ മിസൈൽ വർഷമുണ്ടാകുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇറാനിൽ ഡിസംബറിൽ തുടങ്ങിയ പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ 6563 പേർ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനയായ HRANA റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 124 കുട്ടികളും ഉൾപ്പെടുന്നു. പ്രതിഷേധം അടിച്ചമർത്താൻ ജനുവരി 8 മുതൽ ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് നിയന്ത്രണം വിവരങ്ങൾ പുറം ലോകത്ത് എത്തുന്നതിന് ഇപ്പോഴും തടസ്സമായി നിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.